ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കശ്മീർ സീരീസിൻ്റെ 5ാമത്തെ എപ്പിസോഡാണ്. നമ്മളിന്ന് പോകുന്നത് ദൂത് പത്രിയിലേക്കാണ്. ഇന്നു മുതൽ ഇനി എല്ലാ ദിവസവും നമ്മുടെ കറക്കെന്ന് പറയുന്നത് ബൈക്കിലാണ് കേട്ടോ. ഇന്നലെ രാത്രി ഇവിടെ ബൈക്ക് റെന്റിന് കൊടുക്കുന്ന ഒരു ടീമുമായിട്ട് സംസാരിച്ച് നമ്മൾ തൽക്കാലം ഇന്നത്തേക്കൊരു ആക്റ്റീവയാണ് പറഞ്ഞിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമുക്ക് വേറെ ഏതെങ്കിലും വണ്ടി എടുക്കാവുന്നതാണ്. നിങ്ങൾ കശ്മീരിലെത്തിയിട്ട് ബൈക്ക് റെൻറ്റിന് എടുത്തിട്ട് കറങ്ങാനാണ് വിചാരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. മെയിനായിട്ട് നമ്മൾ ഇവിടുന്ന് സഞ്ചരിക്കാനുള്ള ശ്രീനഗറിൽ നിന്ന് പോകാനുള്ള സ്ഥലങ്ങൾ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഗുൽമർഗ്, പെഹൽഗം, സോനമർഗ്, ദൂത് പത്രി പോലുള്ള സ്ഥലങ്ങളൊക്കെ വളരെ അടുത്തടുത്താണ്. എന്ന് വെച്ചാൽ ഒരു 2 മണിക്കൂറൊക്കെ പോകാനുള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ യാത്രാക്ഷീണമൊന്നും നമുക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വലിയ വണ്ടിയൊന്നും വലിയ റെൻറ്റിനൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു ആക്റ്റീവ് തന്നെ ധാരാളമായിരിക്കും. നമ്മൾ ഇന്നത്തെ കറക്കത്തിന് ആക്റ്റീവാണ് എടുത്തിട്ടുള്ളത്. ഒരു ദിവസത്തേക്ക് 800 രൂപയാണ് റെൻറ്റ് വരുന്നത്. കശ്മീർ റോയൽ ബ്രദേഴ്സ് എന്ന കാർ ആൻഡ് ബൈക്ക് റെൻറ്റിംഗ് കമ്പനിയിൽ നിന്നാണ് നമ്മളിത് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം കുറഞ്ഞ റേറ്റിന് തന്നെ അത്യാവശ്യം നല്ല കണ്ടീഷനുള്ള വണ്ടികളാണ് അവർ നമുക്ക് തരുന്നത്. അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ അവരെ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. ശ്രീനഗറിൽ നിന്ന് വെറും 45 കിലോമീറ്റർ അകലെയുള്ള ആട്ടിടയന്മാരുടെ ഒരു ഗ്രാമമാണ് ദൂത് പത്രി. ശ്രീനഗറിൽ നിന്ന് ബദ്ഗാമിലേക്കും അവിടെ നിന്ന് ഖാൻ സാഹിബ് വഴി ദൂത് പത്രിയിലേക്കും നമുക്ക് എത്തിച്ചേരാം. പാക്കേജ് എടുക്കാത്തവർ ഒന്നെങ്കിൽ ബൈക്ക് റെൻറ്റിനെടുത്തോ അല്ലെങ്കിൽ ഷെയർ ടാക്സി വിളിച്ചോ വരുന്നതാണ് ഉചിതം. മറ്റുള്ള സ്ഥലങ്ങളിലേക്കുള്ള പോലെ വിശാലമായിട്ട് ടാക്സികളൊന്നും ദൂത് പത്രിയിലേക്ക് ലഭിക്കാൻ സാധ്യതയില്ല. എന്നാലും നമ്മളൊരു 5-6 ആളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ടാക്സി ഹയർ ചെയ്ത് പോകുന്നത് തന്നെയാണ് നല്ലത്, ഷെയർ ടാക്സി അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നതിന് പകരം. ടാക്സി റേറ്റ് സീസണിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. എന്നാലും ഏകദേശം ഒരു 500-600 രൂപയ്ക്കൊക്കെ ഒരാൾക്ക് കിട്ടേണ്ടതാണ്. ദൂത് പത്രി എത്തുന്നതിന് ഒരു 5-6 കിലോമീറ്റർ പുറകിൽ വെച്ചിട്ട് നമുക്ക് റോഡ് 2ആയിട്ട് തിരിയുന്നുണ്ട്. ഒന്ന് നല്ല റോഡും ഒന്ന് ഗ്രാമത്തിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന ഒരു ഓഫ് റോഡുമാണ്. നമ്മളിതാ ഈ ഓഫ് റോഡാണ് തിരഞ്ഞെടുത്തത്. അതിന് കാരണം വേറൊന്നുമല്ല, ഈ ഗ്രാമക്കാഴ്ചകളൊക്കെ കണ്ട് ഉൾഗ്രാമ കാഴ്ചകളൊക്കെ കണ്ടൊന്ന് പോവാം എന്ന് തന്നെയാണ്. ദൂത് പത്രിയിലെ ഒരുപാട് മനോഹരമായ പുൽമേടുകളൊക്കെ കടന്ന് നമ്മളിതാ അവസാനം ശാലിഗംഗ റിവർ ഒഴുകുന്ന ആ ഒരു സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ കറങ്ങിയ ശേഷം നമ്മൾ തിരിച്ചു വരുമ്പോൾ ആ പുൽമേടുകളൊക്കെ കവർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ എത്തുമ്പോൾ തന്നെ ഓരോരുത്തരും നമ്മുടെ അടുത്തേ വരും. ഗൈഡ് ആവശ്യമുണ്ടോ, ഈ ഇവിടുന്ന് കറങ്ങേണ്ട സ്ഥലങ്ങളൊക്കെ അവർ കാണിച്ചു തരാം, ഗൈഡായിട്ട് വരാം, ഒരു ചെറിയ റേറ്റ് പറയും. നമ്മളെന്തായാലും ഗൈഡ് ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകാനാണ് വിചാരിക്കുന്നത്. ആ കൂവലൊരു മലയാളീൻ്റെ കൂവലല്ലേ? നിങ്ങളിപ്പോൾ കണ്ടത് ദൂത് പത്രിയിൽ നിന്ന് ദിസ്കലിലേക്കുള്ള ട്രക്ക് റൂട്ടിൻ്റെ ആ ഒരു കവാടമാണ്. അപ്പോൾ നമ്മളെന്തായാലും ഡിസ്കലിലേക്കല്ല പോകുന്നത്. കാരണം എന്താ വെച്ചാൽ ഡിസ്കലിൽ 10 കിലോമീറ്റർ ദൂരമുണ്ട് ഈ ദൂത് പത്രി. നമ്മൾ ഈ ഒരു സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് 10 കിലോമീറ്റർ അങ്ങോട്ടും 10 കിലോമീറ്റർ ഇങ്ങോട്ടും നമ്മൾ നടന്നെത്തുമ്പോഴേക്കും നമ്മൾ ആകെ സൈഡായിട്ടുണ്ടാവും. അത് മാത്രമല്ല നമ്മുടെ സമയം വളരെ രീതിയിൽ അതിക്രമിച്ചിട്ടും ഉണ്ടാവും. ഈ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ നല്ല തണുപ്പ് കയറുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെന്തായാലും അങ്ങോട്ട് പോകുന്നില്ല. നമ്മളിപ്പോൾ ഈ ഒരു ഹില്ലിൻ്റെ, ഈ ഒരു മലയുടെ കുന്നിൻ്റെ ഏറ്റവും ടോപ്പ് പോയിട്ട് ആ ഒരു വ്യൂ കണ്ടിട്ട് തിരിച്ച് താഴേക്ക് ഇറങ്ങാനാണ് വിചാരിക്കുന്നത്. പിന്നെ നേരത്തെ ഗൈഡിൻ്റെ കാര്യം പറഞ്ഞല്ലോ, നമ്മൾ ഈ ഒരു ദിസ്കലിലേക്കൊക്കെ ട്രക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടെ ഒരു ഗൈഡ് ഉള്ളത് നല്ലതാണ്. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടക്കുന്നത് കാണാം. അതിലേത് വഴിക്ക് പോകണം എന്നുള്ളത് നമുക്ക് അത്ര പിടി ഉണ്ടാവില്ല ആദ്യമായിട്ട് വരുന്നവർക്കൊക്കെ. അപ്പോൾ ഒരു ഗൈഡ് കൂടെ ഉള്ളത് നല്ലതാണ്. അപ്പോൾ അത്യാവശ്യം കുറഞ്ഞ റേറ്റിന് ഒരു ഗൈഡിനൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ കൂടെ കൂട്ടിക്കോളി. ജിസ്കൽ എന്ന് പറയുന്ന പ്ലേസ് മനോഹരമായിട്ടുള്ളൊരു പ്ലേസാണ്. നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കാണും. അടിപൊളി താഴ്വരയാണ്, വിശാലമായിട്ട് അധികം ആളൊന്നും വരാത്ത അടിപൊളി താഴ്വരയാണ്. അപ്പോൾ അവിടേക്കൊക്കെ പോകുന്നവർ എന്തായാലും 1-2 ദിവസമൊക്കെ ദൂത് പത്രി ഈ ഒരു ഏരിയയിൽ ചിലവഴിക്കാനായിട്ട് കണക്കാക്കി വരണം.
ഹിമാലയത്തിലെ പീർപ്പഞ്ചൽ പർവ്വതനിരയിൽ ഒരു പാത്രം പോലെ അല്ലെങ്കിൽ കോപ്പ പോലെയൊക്കെ തോന്നിക്കുന്ന രൂപമാണ് ഈ ഒരു പ്രദേശത്തിനുള്ളത്. ഒരു ആൽപൈൻ താഴ്വരയായിട്ടുള്ള ഇവിടെ നിറച്ചും പൈൻ മരങ്ങളും ദേവദാരു മരങ്ങളും നമുക്ക് കാണാൻ പറ്റും. ശരിക്കും ഒരു യൂറോപ്പ് പോലെ തോന്നിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. തണുപ്പും ഈ ഒരു ശ്രീനഗറിൽ നിന്ന് നല്ല വ്യത്യാസമുണ്ട്. നല്ല തണുപ്പുള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. എന്താ പാട്? നല്ല പാട്. वीडियो मुझे भेजा देना इसका. ഇപ്പം നമ്മുടെ കൂടെ നമ്മൾ ഒറ്റക്കല്ല, നമ്മുടെ കൂടെ ഒരു പട തന്നെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ കാശ്മീരികളാണ്. കാശ്മീരിൽ നിന്നൊരു ഫാമിലി ഇറങ്ങിയിട്ടുണ്ട്. കാരണം അവരിതുവരെ വന്നിട്ടില്ല എന്ന് പറയുന്നത്. കാശ്മീരിലായിട്ട് ദൂത് പത്രി ഇതുവരെ വരാത്തവർ. ഓ ഷിറ്റ്. എടാ നീ എന്നൊന്ന് നോക്കടാ. വരേണ്ടതല്ലേ? അങ്ങനെ ഗായ്സ് നമ്മൾ നടന്ന് എവിടെയോ എത്തി ഗായ്സ്. നമ്മുടെ കൂടെ നേരത്തെ പറഞ്ഞ കാശ്മീരി ഫാമിലി ഉണ്ട് കേട്ടോ. അവർ നല്ല ഫ്രണ്ട്ലിയാണ്, കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. एप्पल 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 किधर मिला? मेरे पास नहीं है. हाँ? इस वक्त नहीं है. नहीं है. वो जिन्हें जहन्नम बना दिया इसको. आपका नाम? फैज़ान मुश्ताक. फैज़ान मुश्ताक. इसको ला, इसको शौक है व्लॉगिंग का. आप पढ़ते पढ़ते कॉलेज में? कौन सा क्लास में? कितना क्लास में? 10th. हाँ. इसको भी शौक है व्लॉग में आने. ഹലോ, ചങ്ങയ്ക്ക് ഭയങ്കര ചായ. हिमांक रुक जा आराम से. ഒരു ഒറ്റ കാര്യമോ ഇതെങ്ങനെ ഇറങ്ങും ഈ കുത്താനുള്ള കുറച്ചുകൂടി മുകളിലേക്ക് കയറിയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. ഇവിടുത്തെ നാട്ടുകാരാണ്. അവർ വിറക് ശേഖരിച്ചിട്ട് കഴുതപ്പുറത്ത് താഴേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ശരിക്കും സങ്കടം തോന്നി. കാരണം ആ കഴുത 2 തവണ വീണ്ടും അവർ അതിൻ്റെ മേലെടുത്ത് ബാലൻസ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുക. അത് ശരിക്കും അതിനൊരു ഓവർലോഡ് തന്നെയാണ്. അവർക്ക് വേറെ വഴി ഉണ്ടാവില്ല. ഇത്രയും വിറകുകളൊക്കെ അവർക്ക് ചുമടെടുത്തിട്ട് ഈ ഒരു കുത്തനുള്ള ഇറങ്ങാനും ബുദ്ധിമുട്ടായിരിക്കും. ഈ മഞ്ഞുകാലം തുമ്പത്തെത്തിയോണ്ട് തന്നെ അവർക്ക് നല്ല രീതിയിൽ ആവശ്യമുള്ള ഒരു സാധനമാണ് ഈ വിറകുകൾ എന്ന് പറയുന്നത്. അത്യാവശ്യം ഈ ഒരു ഏരിയയിലൊക്കെ നല്ല രീതിയിൽ വിറകിൻ്റെ ആവശ്യം ഉണ്ടാവും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ വിറക് അവർ താഴെ എത്തിക്കണമെങ്കിൽ മിനിമം ഒരു 3-4 മണിക്കൂറെങ്കിലും വേണ്ടി വരും. കുനിഞ്ഞു പോകാൻ തൽക്കാലം ഇപ്പോൾ റമീസടെ വേമ്പാ
രമേശേ ഐസ് അങ്ങനെ ഞങ്ങൾ മഞ്ഞ് കണ്ട് ഗായ്സ്. ആ മുകളിലേക്കൊക്കെ മഞ്ഞാണ്. ഓ മഞ്ഞ് പോലെ ഐസ് ഐസ് ഐസ്. ജീവിതത്തിൽ ആദ്യമായിട്ട് മഞ്ഞ് നേരിട്ട് കണ്ടതിൻ്റെയും അത് കയ്യിലെടുത്തതിൻ്റെയൊക്കെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ആവേശമൊക്കെ ആട്ടോ നിങ്ങളിപ്പോൾ കണ്ടത്. അങ്ങനെ നമ്മൾ ഈ ഒരു കയറ്റം കയറിയതിന് കാര്യമുണ്ടായി. നമുക്ക് ആദ്യമായിട്ട് മഞ്ഞ് കിട്ടി ഈ ഒരു ദൂത് പത്രിയിൽ നിന്ന്. ഒരുപാട് നേരം കുത്തനുള്ള കയറ്റമായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല ക്ഷീണമുണ്ട്. അതുകൊണ്ട് കുറച്ച് ഇരുന്ന ശേഷം വീണ്ടും ഇതാ സ്റ്റാർട്ട് ചെയ്യാണ്. ഇതിൻ്റെ ടോപ്പിലെത്താൻ കുറച്ച് ദൂരം കൂടിയേ ഉള്ളൂ. നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ ഇതാ താഴെ നിന്ന് ഇതാ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ വേറൊരു വഴിക്ക് ഒന്ന് വളഞ്ഞ് മുക്ക് പിടിച്ചാണ്. ചിപ്സ് കിട്ടി. നമ്മൾ കാശ്മീരികളാണോ ഒന്നും എടുക്കാതെ വന്നതാണെന്ന് മനസ്സിലായിക്കൊണ്ട് കയ്യിലുള്ള ചിപ്സ് ഞങ്ങൾക്ക് തന്ന് അവർ നമ്മളെ കൂടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിതാ ഏറ്റവും ടോപ്പിലെത്തി എന്ന് പറയാൻ പറ്റില്ല, ഇനിയുണ്ട് മുകളിലേക്ക്. ഇതിങ്ങനെ കയറുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും ടോപ്പിലേ വരികയാണ്. പക്ഷേ ഈ ഒരു സൈഡിലെ ഏറ്റവും ടോപ്പ് ഭാഗമായിട്ട് കണ്ടുകൊണ്ട് നമ്മളിതാ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇനിയും മുകളിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ടൈം മൊത്തം പോവും. സമയം ഏകദേശം 3 മണിയായിട്ടുണ്ട്. ഭക്ഷണം ഒന്നും കഴിക്കാതെയാണ് ഇത്രയും ഒരു കുന്നൊക്കെ കയറിയിട്ടുള്ളത്. അതുകൊണ്ട് ഇനി നമുക്ക് താഴോട്ടിറങ്ങാം. പിള്ളേർക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കാം. അവർക്ക് ഫോട്ടോസും പിന്നെ നമുക്ക് എടുക്കാനുള്ള ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞ ശേഷം നമ്മളിതാ താഴോട്ട് ഇറങ്ങാം കേട്ടോ. അവർ കുറച്ച് ഒരു അരമണിക്കൂർ മുന്നേ അവർ പോയി. നമ്മളിപ്പോഴാണ് ഇറങ്ങുന്നത്. ഏകദേശം 3.5 മണിക്കൂർ സമയം എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പിലേക്ക് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പിച്ചു, ഇനി വേറെ അങ്ങോട്ട് നമുക്ക് പോകാനുള്ള സമയമൊന്നുമില്ല. നമ്മൾ ഈ ദൂത് പത്രി തന്നെ കറങ്ങിയിട്ട് നേരെ ശ്രീനഗറിലേക്ക് വിടും. അപ്പോൾ ദൂത് പത്രിയിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഇത്, അതായത് ദൂത് പത്രിയിൽ നിന്ന് ഈ ഒരു വ്യൂ പോയിന്റിലേക്കുള്ള ട്രക്കിങ്. പിന്നെ നമുക്ക് ശാലിഗംഗ റിവറിനോട് ചേർന്നിട്ടുള്ള ആ ഒരു ഭാഗങ്ങളിൽ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പുൽമേടുകൾ നമുക്ക് കാണാൻ പറ്റും. അവിടെയൊക്കെ പാരാഗ്ലൈഡിങ് പോലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നുണ്ട്. അവിടെ നമുക്ക് ചിൽ ഔട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കിയാൽ നമുക്ക് താഴെ വന്ന ഭാഗമൊക്കെ കറക്റ്റ് കാണാൻ പറ്റും. അവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു മൈതാനം പോലെ കിടക്കേണ്ട ആ മെഡോ, ആ ഒരു പുൽമേട് അടിപൊളിയാട്ടോ. അവിടെ പാരാഗ്ലൈഡിങ് പോലുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. അതുപോലെ റൈറ്റ് സൈഡിൽ നമ്മൾ ഈ കാണുന്നതാണ് ശാലിഗംഗ റിവർ. ഇതാണ് ദൂത് പത്രി എന്ന ആ ഒരു പേര് വരാൻ കാരണം. ഈ ഒരു നദി ഒഴുകുന്നത് പാലിൻ്റെ, അതായത് നല്ല വെള്ളമുള്ള സമയങ്ങളിൽ അത് ഒഴുകുമ്പോൾ അതൊരു പാൽ കളറായിരിക്കും. അങ്ങനെ പാലൊഴുകുന്ന ആ ഒരു താഴ്വരയെ ദൂത് പത്രി എന്ന് വിളിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. വീഡിയോ കിട്ടിയില്ല മോനെ. ഹായ്, സുഖല്ലേ? കൊള്ളാലോ. ലേശം പണിയുള്ള വഴി തന്നെയാണ്. വേഗം ചെയ്യാം, വഴിയുണ്ട്. വിചാരിച്ചത്ര എളുപ്പമല്ല കേട്ടോ താഴെ എത്താൻ. കുത്തനുള്ള ഇറക്കം ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പാളിപ്പോയാൽ മൊത്തം പണി പാളും. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ നടന്ന് കയറാൻ പറ്റും, അതുപോലെ തിരിച്ചിറങ്ങാൻ പറ്റുമെന്ന് അത്രയ്ക്ക് വിശ്വാസം ഉറപ്പുള്ളവർ മാത്രം എന്ത് ചെയ്യുക, കയറുക. അത്രയ്ക്ക് വല്ലാത്ത ദുർഘടം പിടിച്ച ട്രക്കൊന്നും അല്ലെങ്കിൽ കൂടെ നമ്മൾ കുത്തനെയുള്ള ഇറക്കം എന്തെങ്കിലും ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ വലിയൊരു അപകടം തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് വരിക. പിന്നെ ഈ ദൂത് പത്രിയിൽ വരുന്നവർ ഇവിടെ ഏത് സമയം വന്നാലാണ് അടിപൊളി എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ, ഇവിടെ ഈ ഒരു ദൂത് പത്രി ഏറ്റവും ഭംഗിയിൽ കാണാൻ പറ്റുന്നത് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിലായിരിക്കും. ആ സമയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പുൽമേടുകളും അതുപോലെ താഴ്വരകളൊക്കെ നല്ല പച്ച പണിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമാണത്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഓട്ടം സീസണിലാണല്ലോ. ഓട്ടം സീസണിൽ എന്ന് വെച്ചാൽ ഇലകളൊക്കെ പൊഴിയുന്ന, പുല്ലൊക്കെ കരിഞ്ഞ് ഉണങ്ങി നിൽക്കുന്ന ഒരു സമയമാണ്. പക്ഷേ ഭംഗിക്ക് ഒട്ടും കുറവില്ല കേട്ടോ. ആ മുകളിൽ നിന്നൊക്കെ കണ്ട വ്യൂ എന്നൊക്കെ വെച്ചാൽ അസാധ്യ വ്യൂ ആണ്, നല്ല ഭംഗിയുണ്ട്. ക്യാമറയിൽ അത് എത്രത്തോളം കിട്ടുന്നൊന്നും അറിയില്ല, പക്ഷേ നേരിട്ട് കാണാൻ അടിപൊളിയാണ്. നേരത്തെ നമ്മളോട് കുതിരപ്പുറത്ത് പോകണോ എന്ന് ചോദിച്ചവനാണ് ഇതാ കൊണ്ടുവരുന്നത്. ആ ഈ വഴിക്ക് നമ്മൾ വന്നിനു അല്ലേ? ആ ശരിയാ.
നമ്മൾ യെസ് മനസ്സിലായാ ആ കുഴിയൊക്കെ? ഇനിയിപ്പോൾ ഏതാ വഴി? ഓട്ടപ്പണ്ണാൻ എൻ്റെ മോനെ എന്താ ഗുഹാ എൻ്റെ എന്താ എൻ്റെ അങ്ങോട്ടൊന്നോ ഇപ്പോൾ റീസണായി. ഇപ്പം ഞാനായോ പോട്ടെ? ആ ശരിയാണല്ലോ. ആ ശരി, നമ്മൾ കറക്റ്റ് വഴിയിലാണ് എത്തിച്ചേർന്നത്. നമ്മൾ വീണ്ടും ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് താഴെത്തി. സൺസെറ്റ് ആവാറായിട്ടില്ല, പക്ഷേ വ്യൂ വളരെ അടിപൊളിയായിട്ട്. ദൂത് ഇത് രസമല്ലേ? ബ്യൂട്ടി ഓഫ് നേച്ചർ. വാട്ട് എ ബ്യൂട്ടി. വണ്ടി അവിടെ ഉണ്ടാവുന്നുണ്ട്. ഹിമസാഗർ എക്സ്പ്രസ്സിന് ശേഷം അവിടുന്ന് പിരിഞ്ഞ ശേഷം നമ്മളിതാ ട്രിവാൻഡ്രം സെക്രട്ടേറിയറ്റ് ടീമിനൊക്കെ കാണാം കേട്ടോ. സെക്രട്ടേറിയറ്റിൽ നിന്നുള്ള ലഹാരുണ്ട്, ദൂത് പത്രി കാണാൻ വന്നിട്ട്. അടിപൊളിയോ. നമ്മൾ തിരിച്ചെത്തിട്ടോ. വെള്ളം ടേസ്റ്റ് എന്ന് വെച്ചാലേ അതായത് ഹിമാനിന്ന് വരുന്ന വെള്ളം തോന്നുന്നു അല്ലേ. ഒട്ടുക്കാത്ത ടേസ്റ്റ് വെള്ളത്തിന്, നല്ല തണുപ്പും. മാറിക്കോളി അതന്നെ ഞങ്ങൾ തന്നെ. മലയാളിയാണ്. യൂസ് ചെയ്തില്ല പറയാം. താങ്ക് യു അവിടെ വെച്ചോളൂ. താങ്ക് യു ഭയ്യ. അങ്ങോട്ട് വാടാ. ഞാൻ അങ്ങനെ വിഷമം ഗിഫ്റ്റ് ഇത്രയും നേരം നമ്മൾ കാത്തു നിർത്തിച്ചതിന് ഓൻ്റെ വക ഗിഫ്റ്റാണ്. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്ക് സമയം 6 മണി കഴിഞ്ഞ് അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പ് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ പെട്ടെന്ന് തണുപ്പ് കയറും, നല്ല രീതിയിൽ തണുപ്പുണ്ടാവുമെന്നാണ് പറയുന്നത്. അത് നല്ലോണം അറിയുന്നുണ്ട്. ഈ മഞ്ഞുകാലൊക്കെ ആകുമ്പോൾ ഇവിടെ 5 അടി ഉയരത്തിലൊക്കെ നല്ല രീതിയിൽ മഞ്ഞുണ്ടാവും പോലും. അത് നമുക്ക് മഞ്ഞുകാലത്ത് വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം. ഇപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഈ തിരക്കുള്ള ടൂറിസ്റ്റ് പ്ലേസിൽ നിന്നൊക്കെ മാറിയിട്ട് കുറച്ചുകൂടി നല്ല ഭംഗിയുള്ള നമുക്ക് റിലാക്സ് ചെയ്ത് കാണാൻ പറ്റിയൊരു സ്ഥലമാണ് നിങ്ങൾ തിരയുന്നതെങ്കിൽ ദൂത് പത്രി നിർബന്ധമായിട്ടും ദൂത് പത്രി വരിക. അത് ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തൂല. ഇനി ദൂത് പത്രി എങ്ങനെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ദൂത് പത്രിയിലേക്ക് വരുമ്പോൾ കാണുന്ന ആ മെഡോസ്, ആ പുൽമൈതാനങ്ങൾ ശരിക്കും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. അവിടെ എത്ര സമയം വേണമെങ്കിലും എൻജോയ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ഇന്ന് പോയ ട്രെക്കിംഗ് അടിപൊളിയാണ്. അതുപോലെ ഡിസ്കൽ മെഡോ, അതുപോലെ ആസ്റ്റർ വാലി എന്നിവിടങ്ങളിലേക്കുള്ള ട്രെക്കിങ് അത് 1-2 ദിവസം എടുത്തിട്ട് ചെയ്യേണ്ടതാണ്. അങ്ങനെ അതുകൂടാതെ ഇവിടെ പാരാഗ്ലൈഡിങ് ആക്ടിവിറ്റീസ് ഉണ്ട്. പിന്നെ പാല് പോലെ ഒഴുകുന്ന ശാലിഗംഗ റിവർ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ദിവസം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് തന്നെയാണ് ദൂത് പത്രി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.